തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരത്ത് RSS പ്രവർത്തകന്റെ ആത്മഹത്യയും നെടുമങ്ങാട് BJP പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമവും രണ്ട് സംഘടനകളുടെയും ജീർണമുഖം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൃക്കണ്ണാപുരത്തെ ആനന്ദ് കെ തമ്പി ആത്മഹത്യയ്ക്ക് മുൻപ് സമൂഹ മാധ്യമത്തിലും സുഹൃത്തുക്കൾക്കും അയച്ച സന്ദേശങ്ങളിലും താൻ അനുഭവിക്കേണ്ടി വന്ന സമ്മർദ്ദങ്ങളാണ് കുറിച്ചതെങ്കിൽ നെടുമങ്ങാട്ടെ ശാലിനി എന്ന യുവതി തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുവാനോ അയാൾ ജയിക്കാതിരിക്കുവാനോ ചില നേതാക്കൾ ശ്രമിച്ചുവെന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ഇരുവരും ഉന്നയിച്ച വിഷയങ്ങൾക്ക് വൈവിധ്യമുണ്ടെങ്കിലും സമാനതകൾ ഏറെയാണ്. മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള നേതാക്കളെ പേരെടുത്ത് കുറ്റപ്പെടുത്തിയാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷൻ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ ഈ മാഫിയ ബന്ധമാണ് സ്വാധീനം ചെലുത്തിയതെന്നാണ് കുറിപ്പിലുള്ളത്. BJP RSS നേതാക്കൾക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള ആൾ മണ്ണ് മാഫിയക്കാരനാണെന്നും ആനന്ദ് സന്ദേശത്തിൽ കുറ്റപ്പെടുത്തുന്നു. മരണത്തിന് തൊട്ടു മുൻപ് വരെയും താനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നതെന്നും അതാണ് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും കുറിച്ച ആനന്ദ് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഒരു RSSകാരനായി ജീവിച്ചതാണെന്നും കൂട്ടിച്ചേർക്കുന്നു. ഭൗതിക ശരീരം എവിടെ സംസ്കരിച്ചാലും BJP RSS പ്രവർത്തകരെ കാണാൻ അനുവദിക്കരുതെന്ന് കത്തിൽ പറയുന്നതിൽ നിന്ന് ആനന്ദ് എത്രമാത്രം മാനസിക സംഘർഷം തന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് വ്യക്തമാണ്. BJP സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതാണോ അല്ലയോ യഥാർത്ഥ കാരണമെന്ന തർക്കത്തിനും അദ്ദേഹം BJP പ്രവർത്തകനല്ലെന്നും സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള ഒരു പരിഗണനയിലും ഉൾപ്പെടുന്നില്ലെന്നുമുള്ള നേതാക്കളുടെ വാദത്തിനുമപ്പുറം ആനന്ദ് ഉയർത്തുന്നത് ആ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും അവിഹിത സാമ്പത്തിക ബന്ധങ്ങളും വഴിവിട്ട നടപടികളുമാണ്. അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചപ്പോൾ താൻ നേരിടേണ്ടി വന്നിരുന്ന സമ്മർദ്ദങ്ങളും അദ്ദേഹം സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. താൻ സ്ഥാനാർത്ഥിയാകാതിരിക്കുവാനോ അയാൾ ജയിക്കാതിരിക്കുവാനോ ഉള്ള കുപ്രചരണങ്ങൾ ചില നേതാക്കൾ നടത്തിയെന്നാരോപിച്ചാണ് നെടുമങ്ങാട്ടെ BJP പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമം. ഈ രണ്ട് സംഭവങ്ങളും അവസാനത്തേതായിരുന്നില്ല. BJPയും അതിന്റെ ചില നേതാക്കളും എത്രത്തോളം അധാർമികമായാണ് പ്രവർത്തിക്കുന്നതെന്നതിന്റെ തെളിവുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നതാണ്. അതിൽ മണ്ണ് മാഫിയ ബന്ധം മാത്രമല്ല, സഹകരണ തട്ടിപ്പ്, കുഴൽപ്പണ ഇടപാട്, നിക്ഷേപത്തിന്റെ പേരിലുള്ള കബളിപ്പിക്കൽ, എന്തിന് കവർച്ച പോലും ഉൾപ്പെട്ടിരുന്നു. കുഴൽപ്പണ ഇടപാടിൽ കുറ്റാരോപിതരായവരിൽ മുതിർന്ന നേതാക്കൾ വരെ ഉണ്ടായിരുന്നു. നോട്ട് തട്ടിപ്പിലും കള്ളനോട്ട് കേസിലും പ്രതികളായ BJPക്കാരെ കുറിച്ചും നാം കേട്ടതാണ്. അനന്തു അജി എന്ന ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തിയത് RSS ശാഖയിൽ നേരിടേണ്ടി വന്ന ലൈംഗിക പീഡനമായിരുന്നുവെങ്കിൽ കണ്ണൂർ പാലത്തായിയിൽ BJP നേതാവായ അധ്യാപകൻ പത്മരാജൻ പോക്സോ കേസിലാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സഹകരണ തട്ടിപ്പിൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ അനിലിന്റെ ആത്മഹത്യ നടന്നിട്ട് മാസം തികയുന്നതേയുള്ളൂ. ഈ സംഭവത്തിൽ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നതിൽ മുതിർന്ന നേതാവ് MS കുമാറും ഉണ്ടായിരുന്നു. ആരും അറിയാതെ ഒതുക്കിയ കേസുകളും പലതാണ്. ഈ വിധത്തിലാണ് കേരളത്തിലെ BJPയുടെയും RSSന്റെയും കാര്യങ്ങൾ കിടക്കുന്നത്. ആനന്ദിന്റെ ആത്മഹത്യയോട് പ്രതികരിച്ച ചില നേതാക്കൾ ഇരയെ വ്യക്തിഹത്യ നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വിശദീകരിച്ച നേതാക്കൾ ആനന്ദ് ഒരിക്കലും പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ്. എന്നാൽ അദ്ദേഹം ഉന്നയിച്ച മാഫിയ ബന്ധമുൾപ്പെടെ ആരോപണങ്ങളെക്കുറിച്ച് വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ തന്നെ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പ്രതിയായ പാർട്ടിയാണ് BJP. പിന്നീട് വന്ന സംസ്ഥാന അധ്യക്ഷനെതിരെ കർണാടകയിൽ ഭൂമി കുംഭകോണാരോപണവും ഉണ്ടായി. കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ എന്ന പേരിൽ പ്രത്യേക സംവിധാനമുണ്ടാക്കി അഴിമതി നിയമവൽക്കരിക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കളും അതേ പാത പിന്തുടർന്നുവെന്നാണ് ഇത്തരം ആരോപണങ്ങളിലൂടെ തെളിയുന്നത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി ആരോപണങ്ങളിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം ജീർണതയുടെ പടുകുഴിയിലേക്ക് പതിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ തള്ളിക്കളയാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹം ഏറ്റെടുക്കണം.